ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എക്സാമുകളൊക്കെ അടുത്ത് തുടങ്ങി, നമ്മൾ പഠിത്തത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടൈമായി അല്ലേ? ഇവിടെയും ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുള്ളൂ, പക്ഷെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് ഞാനും ഷർഫുക്കയും കൂടെ. ഈ പാലൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കും. അതാണ് ഇപ്പോഴത്തെ രാവിലത്തെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇനി സ്ഥിരമായിട്ട് നടക്കണം എന്നുള്ളൊരു പ്ലാന് ഒരു 2 ആഴ്ചയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ആഴ്ചയായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചായ കുടി നമ്മളവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് വീണ്ടും വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ നല്ല ചിക്കൻ പാർട്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ പാർട്സും മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കാരണം ഷെഫുകൾക്കും ഫുഡ് കൊണ്ടുപോകണം, മക്കൾക്ക് ഫുഡ് കൊണ്ടുപോകണം. അപ്പം അതെല്ലാം പ്രിപ്പയർ ചെയ്യുമെന്ന് കരുതിയിട്ട് അങ്ങനെ അതെ ഷെഫുകൾക്ക് നമുക്കെല്ലാവർക്കും ഉള്ള സാദാ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞു. ഇത് കണ്ടപ്പോൾ ചിക്കൻ പാർട്സ് കണ്ടപ്പോൾ നെയ്ച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടെ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചു. പിന്നെ മീനൊക്കെ പൊരിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ഷഫുഖാൻ്റെ ടിഫിനൊക്കെ സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഷഫുഖാനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ രാവിലത്തെ ആ ഒരു പകുതി പോർഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മക്കളെ പറഞ്ഞയക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യമേ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനൊക്കെ ഉണ്ടാവും. തലേന്ന് ചെയ്യാൻ പറഞ്ഞാൽ അവന് പിന്നാലെ നടന്നാൽ അവന് ഓരോ റീസൺ പഠിക്കാതിരുത്തിയാൽ പിന്നെ അപ്പോൾ തുടങ്ങും വിശക്കണു, അല്ലെങ്കിൽ അവിടെ വേദനിക്കണു, ഇവിടെ ചൊറിയണു, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ലേറ്റാക്കി കൊണ്ടുപോകും. എന്നിട്ട് ഒന്നും ചെയ്യുകയില്ല. എന്നിട്ട് അവസാനം രാവിലെ ആയിരിക്കും എല്ലാതും ചെയ്യുക. എൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് ഒരടിയൊക്കെ കിട്ടുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. അങ്ങനെ അതേ ഇരുന്നതാണ്. മാത്സ് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. വേറെ ഏത് വർക്ക് കൊടുത്താലും ചെയ്യില്ല, പക്ഷേ മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. മാത്സ് പെട്ടെന്ന് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനും ആദമും കൂടെ ഇരുന്ന് കണക്കൊക്കെ കൂട്ടി ഹോംവർക്ക് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് ടീച്ചർ വിളിച്ച് 2 ദിവസമായിട്ട് തന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ചിരുത്തിയതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നലെ കോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തൊട്ടിട്ട് കോണ് വേണം, ബട്ടറും പെപ്പറും ഇട്ടിട്ട് വേണം എന്ന് പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞ് നമുക്ക് പിറ്റേ ദിവസം മീൻസ് അല്ലെങ്കിൽ ഈവനിങ് വരുമ്പോഴേക്കും സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ട് ഒന്നും കേട്ടില്ല. അപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർക്കതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ കുറച്ച് കോണും കൂടെ കൊടുത്തു എല്ലാവർക്കും. അങ്ങനെ അവരുടെ പണികളൊക്കെ കഴിഞ്ഞ് അവർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ആദമ്മ ചിണുങ്ങി ഇരിക്കുകയാണ്. അവർ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല സ്കൂളിൽ പോകാൻ. എല്ലാ ആൺകുട്ടികളെയും പോലെ പൊതുവേ ആൺകുട്ടികൾക്കൊരു മടിയാണല്ലോ, രാവിലെ പൊക്കി എണീപ്പിക്കാനുള്ള ഭയങ്കര പണിയാണ്. അത് കഴിഞ്ഞ് തള്ളി വിടാൻ അതിനേക്കാളും വലിയ പണിയാണ്. അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ആൾ ഓട്ടോയും കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്ന് 2 ആളെയും ഞാൻ ഓടിപ്പിച്ചു. തുജാനെ പിന്നെ ഞാൻ ഓൾറെഡി ആദ്യം തന്നെ ബസ് സ്റ്റോപ്പിലാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് ാണ് ഇവർ 2 ആളെയും പറഞ്ഞയക്കുന്നത്. അങ്ങനെ എല്ലാവരും പോയി. ഞാൻ ഫ്രീ ആയി. ഞാൻ കുറച്ച് കോൺ എടുത്ത്, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് കോൺ ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ് കോണാണ്. അപ്പം സ്വീറ്റ് കോൺ കഴിക്കാമെന്ന് കരുതിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്. അപ്പം എന്നും ചെയ്യുന്നത് പോലെ ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം ഗ്രൂപ്പുകളൊക്കെ ഒന്ന് നോക്കി, വാട്സപ്പ് എടുത്ത് നോക്കി. മെസ്സേജസൊക്കെ രാവിലെ ഞാൻ ഓൾറെഡി കുറച്ച് മെസ്സേജസൊക്കെ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളതൊക്കെ വേറെ വന്നിട്ടുണ്ടോ, കുട്ടികളെ പറഞ്ഞേക്കുന്ന നേരം കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കി. അതുപോലെ ഷീറ്റൊക്കെ ഒന്ന് നോക്കി. അപ്പം ഈ ഒരു ചായ കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാത്തിലും ഒന്ന് കയറി നോക്കും. എന്തെങ്കിലും ചെയ്യാനുള്ളതൊക്കെ അയച്ചു കൊടുക്കാനുള്ളതൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതൊക്കെ ആ സമയത്ത് അയച്ചു കൊടുക്കും കേട്ടോ. കാരണം രാവിലെ പിന്നെ അങ്ങോട്ടേക്ക് മറന്നു പോവും. അതുകൊണ്ട് രാവിലെ തന്നെ പെട്ടെന്ന് കുട്ടികളുടെ ഏതെങ്കിലും ആപ്പിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പം ആ കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ തന്നെ തീർക്കും. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കളുടെ ഒരു വീഡിയോ ആണ്. നമ്മൾ എക്സാം വൈയിൽ പഠിക്കുന്ന മക്കളുടെ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിരുന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഞാൻ ബുക്കൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പഠനം തുടങ്ങാൻ പോവുകയാണ്. ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഈവനിങ് വരെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ബുക്ക് എടുക്കാം. ICDSൻ്റെ നോക്കണം, LDCയുടെ നോക്കണം. അതാണ് പ്ലാൻ. അപ്പോൾ ഇന്നും നമ്മൾ ICDSൻ്റെ ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞാൻ ബേസിക് മാത്സിൻ്റെ ഒരു കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അവിടെ ഞാൻ ഇന്നത്തെ ഷെഡ്യൂൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം ഷെഡ്യൂൾ പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് വേഗം
ഷെഡ്യൂൾ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലായിരുന്നു. നമുക്ക് പൊതുവേ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ 7 മണിക്ക് മുൻപായിട്ട് നമ്മുടെ ഷെഡ്യൂളൊക്കെ ഇടണം എന്നാണ് പറയാറ്. അപ്പോൾ നമ്മളങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഒന്നുകിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ പാടെ ഇടും, അല്ലെങ്കിൽ 12 മണിക്ക് ശേഷം ഇടും രാത്രി. അപ്പം ബേസിക് മാത്സ് പൊതുവേ ഞാൻ ഫ്രീ ആയതിന് ശേഷം, മീൻസ് മക്കളൊക്കെ പോയതിന് ശേഷം ഇടും, അല്ലെങ്കിൽ 7 മണിക്ക് ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, പോസ്റ്റ് ഉണ്ടാക്കിയതുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ഇടും. അങ്ങനെ ഞാൻ മറന്നുപോയി. അങ്ങനെ അത് വേഗം പോസ്റ്ററൊക്കെ റെഡിയാക്കിയിട്ട് അതങ്ങ് സെൻഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം എൻട്രി എടുത്തു. ഓക്കെ, എൻട്രിയിൽ കുറേ ക്ലാസ് പെൻഡിങ് ഉണ്ട്. അപ്പം ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ക്ലാസ് കാണും, അതിനിടയ്ക്ക് എന്തെങ്കിലും കോൾ വരും, അങ്ങനെ ടൈം ഒരുപാട് പോകും, മിന്നൽ മീറ്റിംഗ് വരും, അങ്ങനെ ടൈം ഒരുപാട് പോകുന്നതാണ്. പക്ഷേ മാക്സിമം കവറപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ ക്ലാസ് ഞാൻ ഡെയിലി ക്ലാസ് ഫോളോ ചെയ്യുക എന്നുള്ളതിനപ്പുറത്തോട്ടേക്ക് ഈ ഒരു കണ്ടിന്യൂഷനായിട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട്. എനിക്കിങ്ങനെ ഒരു ടോപ്പിക്ക് കുറച്ച് പഠിക്കുക, പിന്നൊരു ടോപ്പിക്ക് കുറച്ച് പഠിക്കുക, അങ്ങനെയെന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഓൾറെഡി ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഏതെങ്കിലും ക്ലാസ്സുകൾ ഏതെങ്കിലും ദിവസങ്ങളിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കാണും. അല്ലെങ്കിൽ ഓൾറെഡി കണ്ട ഏതെങ്കിലും ബാക്കി കാണാനുണ്ടെങ്കിൽ അങ്ങനെയാണ് ഞാൻ പോവുക കേട്ടോ. എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പോകാൻ പറ്റും. അല്ലാതെ ഒരു പകുതിയാക്കി വെച്ചിട്ട് പോകുമ്പോൾ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വർക്ക് വന്നപ്പോൾ അതുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഠിക്കുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറയാം. എനിക്കൊരു കണ്ടിന്യൂഷനിൽ അങ്ങനെ പോകുന്നതാണ് എപ്പോഴും താല്പര്യം. ഇല്ലെങ്കിൽ ഞാനത് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് പിന്നെ ഞാൻ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അതുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. അപ്പം ഞാൻ ഒരു 3-4 ക്ലാസ്സുകൾ വരുന്നത് നോക്കും, ഏതൊക്കെയാണ് ഒരു 3-4 ക്ലാസ്സുകളായിട്ട് കിടക്കുന്നതെന്ന്. അപ്പം അതെടുക്കും, എന്നിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് കാണും. അങ്ങനെ പോകും ചില സമയങ്ങളിൽ കേട്ടോ. മാക്സിമം അങ്ങനെ തന്നെയാണ് പോവാറ്. കാരണം എനിക്ക് ഡെയിലി അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു മീറ്റിംഗ് വന്നു. അങ്ങനെ ആ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്തു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ ക്ലാസ് കാണാനും നോട്ട് എഴുതാനും വേണ്ടിയിട്ടിരുന്നു. അപ്പം നോട്ട് എഴുതുക എന്നുള്ളത് വലിയ ടാസ്ക്കാണ് എന്നറിയാൻ എന്നോട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേറെ വഴിയില്ല. എനിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു നോട്ട് അവിടുന്ന്, മീൻസ് ഒരു PDF ആയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ എനിക്ക് നോട്ട് എഴുതുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് അതായത് നമ്മളെ കയ്യിൽ ഇല്ലാത്ത സിലബസ് മാറിയതിന് ശേഷം പുതിയ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നും എഴുതുന്നൊന്നുമില്ല. അപ്പം അതെല്ലാം ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. ഞാൻ ഇതിൽ കൂടുതലായിട്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പഠിച്ചു പോകാമെന്നുള്ളതാണ്. മീൻസ് പിന്നത്തേക്ക് എനിക്ക് സമയമില്ല എന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ആ ക്ലാസ് കാണുമ്പോൾ തന്നെ ആ കോൺസെപ്റ്റ് അങ്ങനെ മൈൻഡിലോട്ട് വെക്കുക, അത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞാനിപ്പോൾ പോകുന്നത്. കാരണം സമയമില്ല. ഇനി പിന്നെ നോട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പഠിക്കാനിരിക്കാമെന്ന് വിചാരിക്കാനൊന്നും സമയം ഒട്ടും തന്നെ നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് ഒരു സ്ലൈഡ് ഞാൻ നന്നായിട്ട് കേൾക്കും, അത് എഴുതും, അത് ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കും. ദെൻ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവും, അത് എഴുതും, അത് ക്ലാസ് കേൾക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്ന് പറഞ്ഞിട്ട് പോവും. അങ്ങനെ പഠിച്ച് പോവുകയാണ്. പിന്നെ അതിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം ആ ഒരു ഇത് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു നോക്കും. തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നാലും പഠിക്കാനുള്ള സമയം വളരെ കുറവാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു 10 മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് തവണ ഞാൻ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് വർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പഠനത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഇട്ടേക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടും ഒരേപോലെ കൊണ്ടെടുക്കണം. അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു എക്സാം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും ലാസ്റ്റ് സമയത്ത് നമ്മുടെ സിലബസ് ചേഞ്ച് ആയതും എല്ലാം എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു ടൈമാണ്. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് സമയം അതായത് മോർണിംഗ് ടു നൈറ്റ് ഒന്നും കാണിക്കുന്നില്ല. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസമായിട്ട് പനിച്ചൊക്കെ കിടക്കുകയായിരുന്നു. അപ്പം വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തു വെച്ചതാണ്, മോർണിംഗ് ടു നൈറ്റ് എടുത്ത് വെച്ചാണ്. പക്ഷേ എനിക്ക് അത്രയും സംസാരിക്കാനുള്ളൊരിതില്ല. കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എടുത്തു വെച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. അപ്പം അത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വോയിസ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പനിയും ശ്വാസമുട്ടലൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോർണിംഗ് ടു നൈറ്റ് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങളോട് ഒരുപാട് ദിവസമായാലും ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ട് മാത്രം വന്നതാണ്. പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു ICDSൻ്റെ സ്റ്റഡി വീഡിയോ ഇടണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതുകൂടെ ഇടാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ICDSന് ഞാൻ
വേറെ വേറെ ഒന്നും തന്നെ പുറത്തുനിന്ന് ഞാൻ എനിക്ക് വേറെ മെറ്റീരിയൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ പുറത്തുനിന്നൊന്നും അവൈലബിൾ അല്ല. എൻട്രിയുടെ തന്നെയാണ്. വേറെ ഒരു മെറ്റീരിയലും ഞാൻ ഫോളോ ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം NCERTs സോഷ്യോളജിയുടെ NCERT അതൊക്കെ എടുക്കാം. പക്ഷെ അതിനൊന്നും എനിക്ക് സമയമല്ല സത്യം പറഞ്ഞാൽ. എൻട്രിയുടെ മാത്രമാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ICDSന് ഏതൊക്കെ പുസ്തകങ്ങളാണ് വേണ്ടതെന്നുള്ള കാര്യം. ഇനിയിപ്പം ഈ ലാസ്റ്റ് നേരത്ത് നമ്മൾ എന്തൊക്കെയോ ബുക്ക് കുറേ തപ്പി പിടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻട്രിയുടെ നോട്ട് മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. എൻട്രിയുടെ ക്ലാസ് കാണുക, അത് ആദ്യമൊക്കെ വൃത്തിയായിട്ട് നോട്ട് എഴുതി വെച്ച് അങ്ങനെ പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. എഴുതിയതിന് ശേഷം ആ നോട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് അതിനൊന്നും ടൈമില്ലാത്തത് കാരണം, പിന്നെ സിലബസ് മാറിയതും എല്ലാം കൂടെ ആയത് കാരണം ഒരുമിച്ചാണ് എഴുതുന്നതും പഠിക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെ തന്നെയാണ്. അപ്പം ഇതൊക്കെ എന്താ പേപ്പറിൽ എഴുതുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ നോട്ട്സാണ്. അതായത് ഓൾറെഡി എൻ്റെ കയ്യിൽ നോട്ടുണ്ട്, നമ്മൾ മുൻപ് ചെയ്ത് വെച്ച നോട്ടുണ്ട്. അതിലോട്ടേക്ക് പുതിയ ക്ലാസ്സുകളും കൂടെ അവർ തന്നിട്ടുണ്ട് അപ്പം ആ ഒരു ക്ലാസ്സിലെ നോട്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇത് വന്നു, മീറ്റിംഗ് വന്നു കേട്ടോ. അപ്പം ആ മീറ്റിംഗ് കൂടെ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് എൻ്റെ മീറ്റിംഗ് ബുക്കാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പറയുമ്പം ഞാനത് നോട്ട് ചെയ്ത് വെക്കും, പിന്നെ മറക്കരുതെന്ന് കരുതിയിട്ട് ആ ഒരു ബുക്കാണ് കേട്ടോ. അതും വെച്ചുകൊണ്ടാണ് മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യാറ്. അങ്ങനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ക്ലാസ് കാണാൻ തുടങ്ങി. അങ്ങനെ ക്ലാസ് കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഏകദേശം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഫുഡ് വന്നിട്ട് ഈ ബിരിയാണി ഉമ്മ കൊണ്ട് തന്നാട്ടോ ഇപ്പം. അപ്പോൾ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.